Hello and welcome back to another beautiful episode of Adhi's World up എൻ്റെ ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫോർ ദ ഡ്രൈ സ്കിൻ. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണ്. അപ്പം എനിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ റിവ്യൂസ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈ സ്കിന്നിനെ പറ്റിയ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസ് ആണ് 2 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈക്സും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് എൻക്വയറീസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. റോസ് വാട്ടറിനെയും ഗ്ലിസറിനെയും പറ്റിയിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡൗട്ടുകൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതിന്റെ എല്ലാം കൂടി ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. കാരണം എനിക്ക് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോക്സ് ഞാൻ പൊട്ടിച്ച് നോക്കി. പ്രോഡക്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാം ഇത്, കാരണം ഒറ്റ ബോക്സിലാണ് എല്ലാം കൂടി വന്നത്. അപ്പൊ എല്ലാം ഇതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാക്കറ്റുകൾ പൊട്ടിച്ചിട്ടില്ല. അപ്പം ഇത് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണെന്ന് നിങ്ങളുമായിട്ടൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെന്നുള്ളത്. അപ്പം ഇനി ഞാൻ പഴയ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്കിൻ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്കിലും ഇനി ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസറോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. എന്നിട്ടൊരു ക്ലീൻ ടവൽ ഉപയോഗിച്ചതിന് ശേഷം അത് നല്ലപോലെ ഉണക്കുക മുഖം. എന്നിട്ട് ഒരു പ്രൊഡക്റ്റും നമ്മൾ അപ്ലൈ ചെയ്യാതെ 1 hour നമ്മുടെ മുഖം അങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു ടവലോ വല്ലതും യൂസ് ചെയ്തിട്ട് മുഖം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ഏതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സൈഡിൽ ഓയിലും ഈ 2 സൈഡിൽ ഡ്രൈ ആയിട്ടുമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. മൊത്തത്തിൽ ഓയിലാണ് നിങ്ങൾ ആ ടിഷ്യൂ പേപ്പറിൽ കാണുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂല് വെച്ച് നോക്കാതെ തന്നെ ഫേസിൽ ഓയിൽ കാണുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ്. ഇനി ഓയിലും അല്ല ഡ്രൈയും അല്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നും. ഇനി ഭയങ്കര വരണ്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ചെറിയ പൊടികൾ പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നും ആയിരിക്കും. പിന്നെ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും അലർജി വരുന്ന ആൾക്കാരാണ്, ഇച്ചിങ് ഉണ്ട്, റെഡ്നെസ് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്. ഫേസ് ആണെങ്കിലും ബോഡിയും എല്ലാം ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രൊഡക്റ്റ് ആണ്, അതായത് ഡ്രൈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇത് പ്രൊഡക്ട്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, കാരണം ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു 1200 വരുന്നുള്ളൂ. 1200 ആവുന്നില്ല. ഞാനൊരു പ്രോഡക്റ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടില്ല. അപ്പൊ അതുകൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1350 നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയാം. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നുകാർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ മെയിൻ ആയിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കണം. ഡ്രൈ സ്കിന്നുകാർ മാത്രമല്ല, ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്കിന്നിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണോ പ്രോഡക്ട്സ് എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഡ്രൈ സ്കിന്നുകാർ നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മോയ്സ്ചറൈസറുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാതിരിക്കുക. അതുപോലെ സെറാമൈഡ്സും ഹൈലറോണിക് ആസിഡും പിന്നെ ഗ്ലിസറിനൊക്കെ വരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്കൊരു ഡീപ്പ് ഹൈഡ്രേഷനും നമ്മുടെ സ്കിന്ന് ദിവസം മുഴുവൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയൻറ്റ്, അത് സെറാമൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹൈലറോണിക് ആസിഡും അതുപോലെ ഗ്ലിസറിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയെടുക്കണം. ആൽക്കഹോൾ കൂടുതലായിട്ടും വരുന്നത് നിങ്ങൾ നോക്കിയെടുക്കാതിരിക്കുക. ആൽക്കഹോളുകൾ പല ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത്, ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോ ആദ്യം നമുക്ക് ഇതെടുക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, നമ്മളൊരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലെൻസർ വേണം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ,
ഈ 3 കാര്യം പ്ലസ് ലിപ്പിലൊരു ലിപ് ബാം, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് സിറംസ്, മറ്റ് പല പ്രൊഡക്റ്റുകളുണ്ട്, അതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേ ടൈമിൽ നൈറ്റ് കെയർ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞ ഒരു ക്ലെൻസറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ക്ലെൻസർ നമ്മുടെ സെറാവയുടെ ക്ലെൻസർ ആണ് കേട്ടോ. ഇത് 88 ml ഏകദേശം ഒരു 297 267 എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 88 ml വരുന്നുണ്ട്. ഞാൻ ഒന്ന് റേറ്റ് നോക്കിക്കോട്ടെ. ഇതിൽ 330 ആണ് കാണിക്കുന്നത്, പക്ഷെ 330 ഇല്ല, ഏകദേശം ഒരു 270 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്ലെൻസർ ആയിട്ട് ഡ്രൈ സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റ് ചില നമുക്ക് ബ്രാൻഡ്സിൻ്റെയും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഞാൻ ഓർഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സെറാമൈഡ്സ് ഉണ്ട്, ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, നോൺ ഫോമിങ്ങും ആണ് കേട്ടോ. അതായത് നമ്മൾ ക്ലെൻസർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു ജെന്റിൽ ക്ലെൻസർ വേണം ഡ്രൈ സ്കിന്നുകാർ തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ഫോം അധികം ഉണ്ടാവുന്നത് എടുക്കാൻ പാടില്ല. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് ക്ലെൻസറിനെ പറ്റി മാത്രം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അതുപോലെ മോയ്സ്ചറൈസറിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇതെല്ലാം കൂടി ഇതിൽ പറഞ്ഞാൽ പറ്റില്ല. എങ്കിലും ക്ലെൻസർ തിരഞ്ഞെടുക്കുമ്പോൾ ഫ്രേഗ്രൻസ് ഫ്രീ നോൺ ഫോമിങ് ആയിട്ടുള്ള സെറാമൈഡ്സും ഹൈലറോണിക് ആസിഡും ഗ്ലിസറിനും അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്ന ക്ലെൻസേഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ് സെറാവയുടെ. ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, ഫ്രേഗ്രൻസ് ഫ്രീ ആണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ക്ലെൻസർ. യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് റീഇക്വലിൻ്റെ മോയ്സ്ചറൈസറാണ്. റീഇക്വൽ മോയ്സ്ചറൈസർ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സെലക്ട് ചെയ്ത ഇൻഗ്രീഡിയൻറ്റ് സെറാമൈഡ് ആൻഡ്, നിങ്ങൾക്ക് മിറർ ഇമേജ് ആയിട്ടായിരിക്കും വരികയെങ്കിലും സെറാമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസർ ആണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. 1% ഹൈലറോണിക് ആസിഡ് വരുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതും ഹൈലറോണിക് ആസിഡ് എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ്, മോയ്സ്ചറൈസറിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഏകദേശം 295 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും റേറ്റ് ആയിട്ടില്ല, കാരണം ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് 100 ഗ്രാമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ആണ്. 30 ഗ്രാമാണ് കേട്ടോ ഇതിൽ വരുന്നത്. സൺസ്ക്രീനൊക്കെ നമ്മളെപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് റേറ്റൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സൺസ്ക്രീൻ. അപ്പോൾ ഈ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് ഞാൻ ഹൈലറോണിക് ആസിഡ് എടുത്തിട്ടുണ്ട്, കാരണം അതിനകത്ത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഹൈലറോണിക് ആസിഡും പ്രധാനമായിട്ടും നോക്കി എടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു ലിപ് ബാമാണ് ഞാൻ ഓർഡർ ചെയ്തത്. നിവ്യയുടെ, ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ട നിവ്യയുടെ ലിപ് ബാം ആണ് എടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് പൊമഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഇത് ഹൈഡ്രേഷൻ തരുന്ന 24 hours മോയ്സ്ചറൈസേഷൻ തരുന്ന ഒരു ലിപ് ബാം കൂടിയാണ്. ഷിയ ബട്ടർ വരുന്നത്. അപ്പോൾ ലിപ് കെയറിൽ നമ്മൾ കൂടുതലും ലിപ് ബാം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഷിയ ബട്ടർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ വരുന്നത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലിപ്പിൽ ആ ഒരു ഹൈഡ്രേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഷിയ ബട്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 ആണ് ഇതിൽ, പക്ഷേ ഇത്ര ഇല്ല. ഞാൻ ആമസോണിൽ എടുത്തപ്പോൾ ഇത്ര ഇല്ലായിരുന്നില്ല ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നിവ്യയുടെ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോഡി വാഷായിരുന്നു. ഡവിൻ്റെ ആയിരുന്നു. ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന ഒരു ബോഡി വാഷായിരുന്നു എടുത്തിട്ടുള്ളത്. അത് 2 ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അതെനിക്ക് ഇതിലൂടെ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വാസലിൻ്റെ ഡീപ്പ് മോയ്സ്ചർ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ഉള്ള നമ്മുടെ വാസലിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ. ഇത് ഒരുപാട് റിവ്യൂസ്, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടിപൊളി റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ വാസലിൻ്റെ ബോഡി ലോഷൻ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ പ്രൊഡക്ട്സ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സെറാമൈഡ്സും ഹൈലറോണിക് ആസിഡും ഗ്ലിസറിൻസും ഒക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസറുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുക. ആൽക്കഹോൾ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലിപ് ബാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഷിയ ബട്ടർ പോലെയുള്ള മോയ്സ്ചറൈ എഫക്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ലിപ് ബാമുകൾ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓൾറെഡി ഹൈലി പോസിറ്റീവ് റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം ഞാനും കൂടി യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.